അസ്സലാമു അലൈക്കും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ ഖദീജ ബീവി ആയിരുന്നു. ഖദീജ ബീവി ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ടവരാണ്. ഖദീജ ബീവിയുടെ പിതാവ് ഖുവൈലിദും മാതാവ് ഫാത്തിമ ബിൻത് സൈദയുമാണ്. ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഖദീജ ബീവി താഹിറ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഖുറൈശികളിലെ സ്ത്രീകളിൽ ഏറ്റവും ധനികയും സുന്ദരിയുമായിരുന്നു അവർ. പേരുകേട്ട ഒരു വ്യാപാരിയായ സ്ത്രീയായിരുന്നു ഖദീജ. പ്രവാചകൻ അവരെ വിവാഹം കഴിക്കുന്നതിനു മുമ്പ് അവർ അദിഖ് ബിൻ അബൈദ് അൽ മഖ്സൂമിയെയും പിന്നീട് അബൂ ഹല അൽ തമീമിയെയും വിവാഹം കഴിച്ചു. അബൂ ഹല റളിയല്ലാഹു അൻഹയുടെ മരണശേഷം ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ പല പുരുഷന്മാരും ശ്രമിച്ചിരുന്നു. എന്നാൽ അവർ ഒരു നിർദ്ദേശവും സ്വീകരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല ഗുണങ്ങളും അസാധാരണമായ സവിശേഷതകളും കണ്ടപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു നിർദ്ദേശം അയച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ അവരുടെ അമ്മാവൻ അംർ ബിൻ അസദ് ബീവി ഖദീജയെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അന്ന് അവർക്ക് 40 വയസ്സായിരുന്നു. പ്രവാചകന് 25 വയസ്സായിരുന്നു. ഖദീജ ബീവിയുടെ മഹർ 500 ദിർഹമായിരുന്നു. പ്രവാചകത്വത്തിൽ 15 വർഷങ്ങൾക്ക് മുമ്പും ഹിജ്റയുടെ 28 വർഷം മുമ്പുമായിരുന്നു ഇത്. ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യ വനിതയും ഖദീജ ബീവിയാണ്. അവരുടെ ജീവിതകാലത്ത് പ്രവാചകൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സർവശക്തനായ അല്ലാഹു എനിക്ക് ഖദീജയേക്കാൾ മികച്ചതൊന്നും തന്നിട്ടില്ല. ആളുകൾ എന്നെ അവിശ്വസിച്ചപ്പോൾ അവർ എന്നെ വിശ്വസിച്ചു. അവരുടെ പണം കൊണ്ട് അവർ എന്നെ ആശ്വസിപ്പിച്ചു. ഖദീജ ബീവി 65 വർഷം ജീവിച്ചു. ബീവി 25 വർഷം പ്രവാചകനോടൊപ്പം ജീവിച്ചു. അബൂ താലിബിന്റെ മരണത്തിന് 3 ദിവസങ്ങൾക്ക് ശേഷം ഹിജ്റയുടെ 3 വർഷം മുമ്പ് റമളാനിൽ അവർ വഫാത്തായി. സൗദ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചക പങ്ക്തിമാരിൽ ഒരാളായിരുന്നു സൗദ ബിൻത് സമ. അവരും ഖുറൈശി ഗോത്രത്തിൽപ്പെട്ടവരാണ്. ഖദീജ ബീവിക്ക് ശേഷം പ്രവാചകന്റെ ആദ്യ ഭാര്യയായിരുന്നു അവർ. അവരുടെ മാതാവ് ഷമൂസ് ബിൻത് ഖൈസ്. അവരുടെ ആദ്യ ഭർത്താവ് അവളുടെ ബന്ധുവായ സക്രൻ ബിൻ അംർ ആയിരുന്നു. സക്രൻ ബിൻ അംറും ഭാര്യ സൗദയും ഇസ്ലാമിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഇസ്ലാം സ്വീകരിക്കുകയും രണ്ടാം കുടിയേറ്റത്തിൽ അബീസീനിലേക്ക് കുടിയേറുകയും ചെയ്തു. അവർ മക്കയിൽ വന്നപ്പോൾ അവരുടെ ഭർത്താവ് സക്രൻ മരണപ്പെട്ടു. അങ്ങനെ പ്രവാചകൻ അവരെ വിവാഹം കഴിച്ചു. ഇത് പ്രവാചകത്വത്തിൻ്റെ 10ാം വർഷമായിരുന്നു. ഖദീജ ബീവിയുടെ മരണശേഷം സൗദ ബീവിയെ വിവാഹം കഴിക്കാൻ പ്രവാചകനെ ഉപദേശിച്ചത് ഗൗല ബിൻത് ഹക്കീമാണ്. സൗദ ബീവിക്ക് 400 ദിർഹമായിരുന്നു മഹർ നൽകിയത്. അവരുടെ സഹോദരൻ അബ്ദുള്ള ബിൻ സാമ ഇതറിഞ്ഞപ്പോൾ അവർ തൻ്റെ തലയിൽ മണൽ വാരിയെറിഞ്ഞു. കാരണം അവർ അവിശ്വാസിയായിരുന്നു. എന്നാൽ പിന്നീട് അല്ലാഹു അവരെ നേർവഴിയിലാക്കി. അതിനാൽ അദ്ദേഹം പശ്ചാത്തപിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. സൗദ ബീവി പ്രവാചകന്റെ മരണശേഷം മറ്റെല്ലാം ഭാര്യമാർ ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിന് പോയിരുന്നില്ല. മുആവിയ ബിൻ അബി സുഫിയാൻ ഖിലാഫത്ത് കാലത്ത് ഹിജ്റ 54 ശൗവാലിൽ മദീനയിൽ വച്ച് അവർ വഫാത്തായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബിൻത് അബൂബക്കർ സിദ്ദീഖ് പ്രവാചകന്റെ 3ാമത്തെ ഭാര്യയായിരുന്നു. അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹയുടെ മകളായിരുന്നു. അവരും ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ടവരാണ്. അവരുടെ ഉമ്മയുടെ പേര് ഉമ്മുർമൻ എന്നായിരുന്നു. പ്രവാചകത്വം ലഭിച്ച 4 വർഷത്തിന് ശേഷമാണ് ആയിഷ ബീവി ജനിച്ചത്. വിവാഹ സമയത്ത് അവർക്ക് 6 വയസ്സായിരുന്നു. ഹിജ്റയുടെ 7 മാസങ്ങൾക്ക് ശേഷം അവർക്ക് 9 വയസ്സുള്ളപ്പോൾ ശവ്വാൽ മാസത്തിൽ പ്രവാചകൻ അവരെ മദീനയിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പ്രവാചകൻ വിവാഹം കഴിച്ച ഏക കന്യകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ജിബ്രീൽ അലൈഹിസ്സലാം ബീവി ആയിഷയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് പലതവണ സ്വപ്നത്തിൽ കാണിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇതാണ് ഇഹത്തിലും പരത്തിലും അങ്ങയുടെ ഭാര്യ. ആയിഷ ബീവി ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടില്ല. എന്നാൽ പ്രവാചകൻ അവരെ ഉമ്മു അബ്ദുള്ള എന്നാണ് പേരിട്ടിരുന്നത്. ബീവി ആയിഷയുടെ മടിയിൽ കിടക്കുമ്പോൾ പ്രവാചകൻ വഹി ലഭിച്ചിരുന്നു. മറ്റൊരു ഭാര്യമാർക്കും ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല. 9 വർഷം ആയിഷ ബീവി പ്രവാചകനോടൊപ്പം താമസിച്ചു.
ബീവിക്ക് 18 വയസ്സുള്ളപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ബീവിയുടെ വഫാത്ത് സമയത്ത് അവർക്ക് 67 വയസ്സായിരുന്നു. പ്രവാചകന്റെ അനുചരന്മാരിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ചത് ബീവി ആയിഷയാണ്. 2210 ഹദീസുകൾ ബീവി ആയിഷ നിവേദനം ചെയ്തു. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ 4ാമത്തെ ഭാര്യയായിരുന്നു ഹഫ്സ റളിയല്ലാഹു അൻഹ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായിരുന്നു. അവരുടെ മാതാവ് സൈനബ് ആയിരുന്നു. പ്രവാചകത്വത്തിൻ്റെ 5 വർഷം മുമ്പാണ് ബീവി ജനിച്ചത്. പ്രവാചകൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഹുനൈസ് ബിൻ ഹുദാഫയുടെ ഭാര്യയായിരുന്നു അവർ. ബ്രദറിൽ ഏറ്റ മുറിവുകളാൽ മദീനയിൽ വെച്ച് അദ്ദേഹം മരിച്ചു. തുടർന്ന് ഹിജ്റ 3-ാം വർഷത്തിൽ ശാബാനിലായിരുന്നു ഹഫ്സ ബീവിയുമായുള്ള വിവാഹം. ഹഫ്സ ബീവിയുടെ മഹർ 400 ദിർഹമായിരുന്നു. പ്രവാചകൻ ഒരിക്കൽ ഹഫ്സ ബീവിയെ വിവാഹമോചനം ചെയ്തു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു, ഹഫ്സയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. കാരണം അവർ കൂടുതൽ നോമ്പും പ്രാർത്ഥനയുമുള്ള സ്ത്രീയാണ്. അവർ സ്വർഗത്തിൽ നിങ്ങളുടെ ഭാര്യയാണ്. അങ്ങനെ പ്രവാചകൻ അവരെ തിരിച്ചെടുത്തു. ഹഫ്സ ബീവി പ്രവാചകരുടെ 60 ഹദീസുകൾ നിവേദനം ചെയ്തു. ഹിജ്റ 45-ാം വർഷം മദീനയിൽ ഷാബാനിലാണ് അവർ വഫാത്തായത്. അപ്പോൾ അവർക്ക് 63 വയസ്സായിരുന്നു. സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ 5ാമത്തെ ഭാര്യയായിരുന്നു. പാവങ്ങളുടെ ഉമ്മ എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവർ അബ്ദുള്ള ബിൻ ജഹഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്നു. ഉഹുദ് ദിനത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ ഹിജ്റ 3-ാം വർഷം ഷവ്വാലിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിച്ചു. അവരുടെ മഹർ 500 ദിർഹമായിരുന്നു. ദരിദ്രർക്കു വേണ്ടിയുള്ള അവളുടെ ധാരാളിത്തം കാരണം അവരെ പാവങ്ങളുടെ ഉമ്മ എന്ന് വിളിക്കപ്പെട്ടു. ഹിജ്റയുടെ 4-ാം വർഷത്തിൽ റബിയുൽ അവ്വലിന് അവർ വഫാത്തായി. കുറച്ചുകാലം മാത്രം പ്രവാചകനോടൊപ്പം ജീവിച്ചിട്ടുള്ളൂ. ഏകദേശം 30 വയസ്സുള്ള അവരെ ജന്നത്തുൽ ബഖീൽ ഖബറടക്കം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് സൈനബ് ബിൻത് ഖുസൈമയും ഖദീജ ബീവിയും ഒഴികെ മറ്റു ഭാര്യമാരും വഫാത്തായിട്ടില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബിയുടെ 6ാമത്തെ ഭാര്യയായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അവർ ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ടവരാണ്. അവരുടെ മാതാവ് ആതിക ആയിരുന്നു. അവരുടെ ആദ്യ ഭർത്താവ് അബൂ സലമ ആയിരുന്നു. ഉമ്മു സലമയുടെ കൂടെ അദ്ദേഹം അബിസീനിയയിലേക്ക് പലായനം ചെയ്തു. മദീനയിലേക്ക് ആദ്യമായി കുടിയേറിയവരും അവരായിരുന്നു. അബൂ സലമ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകാൻ തീരുമാനിച്ചപ്പോൾ അവർ ഭാര്യ ഉമ്മു സലമയെ അവരുടെ മകൻ സലാമയുമായി ഒട്ടകപ്പുറത്ത് കയറ്റി. എന്നിട്ട് തൻ്റെ ഒട്ടകത്തെ ഓടിച്ചുകൊണ്ട് പുറപ്പെട്ടു. മക്കയിലെ ജനങ്ങൾ അവരെ എതിർത്തു. ബനു അൽ മുഗീറ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കുടുംബം അവരെ കൂട്ടിക്കൊണ്ടുപോയി. ബനു അബ്ദുൽ അസദ് ഉമ്മു സലമ ബീവിയുടെ മകനെയും കൊണ്ടുപോയി. അബൂ സലമ റളിയല്ലാഹു അൻഹു കുടുംബമില്ലാതെ മദീനയിലേക്ക് പലായനം തുടർന്നു. ഉമ്മു സലമ അപ്പോഴും ബനി അൽ മുഗീറയുടെ തടവിലായിരുന്നു. ഏകദേശം 1 വർഷത്തോളം അവർ ഭർത്താവിൽ നിന്നും മകനിൽ നിന്നും വേർപിരിഞ്ഞു. അങ്ങനെ അവരുടെ പിതൃ സഹോദരൻ്റെ കുടുംബത്തിലെ ഒരാൾ അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചു. അങ്ങനെ ബനു അൽ മുഗീറ അവളെ പലായനം ചെയ്യാൻ അനുവദിക്കുകയും ബനു അബ്ദുൽ അസദ് അവൾക്ക് മകനെ തിരികെ നൽകുകയും ചെയ്തു. അവർ മദീനയിലേക്ക് യാത്ര ആരംഭിച്ചു. സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അവർ തനായിമിലെത്തിയപ്പോൾ ഉസ്മാൻ ബിൻ ത്വൽഹ റളിയല്ലാഹു അൻഹുയെ അവർ കാണുകയും മദീനയിലെത്താൻ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ അവർ അബൂ സലമ റളിയല്ലാഹു അൻഹുയെ കണ്ടു. അബൂ സലമ ബദറിലും ഉഹ്ദിലും പങ്കെടുക്കുകയും അവിടെ മുറിവേൽക്കുകയും മുറിവ് ഉണങ്ങുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ മുറിവ് പൊട്ടുകയും ഹിജ്റയുടെ 4-ാം വർഷം ജമാദുൽ ആഖിറിൽ വെച്ച് ആ മുറിവ് കൊണ്ട് മരിക്കുകയും ചെയ്തു.
അബൂ സലമ അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, ഉമ്മു സലമയ്ക്ക് എനിക്ക് ശേഷം എന്നേക്കാൾ മികച്ച ഒരു പുരുഷനെ നൽകണമേ. അവളെ സങ്കടപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുതേ. അവർ മരണപ്പെട്ടപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബൂ സലമയേക്കാൾ എനിക്ക് ഉത്തമനായ ആൾ ആരാണ്? പ്രവാചകൻ അവളെ വിവാഹം കഴിച്ചപ്പോൾ അത് അബൂ സലമയുടെ പ്രാർത്ഥനയാണെന്ന് അവർ മനസ്സിലാക്കി. സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ 7ാമത്തെ ഭാര്യയായിരുന്നു സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. അവരുടെ മാതാവ് ഉമൈമ ബിൻത്ത് അബ്ദുൽ മുത്തലിബ് പ്രവാചകന്റെ പിതൃ സഹോദരിയായിരുന്നു. സൈനബ് ബിൻത്ത് റളിയല്ലാഹു അൻഹയെ സെയ്ദ് ബിൻ ഹാരിസയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പ്രവാചകൻ ആഗ്രഹിച്ചു. ഹക്കിം ബിൻ ഹിസാം ബിൻ ഖുവൈലിദിന്റെ അടിമയായിരുന്നു സെയ്ദ്. ഹക്കിം സെയ്ദിനെ തൻ്റെ അമ്മായി ഖദീജ ബിൻത്ത് ഖുവൈലിദിന് നൽകി. തുടർന്ന് ഖദീജ സെയ്ദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. അപ്പോൾ പ്രവാചകൻ സെയ്ദിനെ മോചിപ്പിക്കുകയും ദത്തെടുക്കുകയും ചെയ്തു. പ്രവാചക ത്വത്തിനു മുമ്പായിരുന്നു ഇത്. സെയ്ദിന്റെ പിതാവ് ഹാരിസ മക്കയിൽ വന്നത് സെയ്ദിനെ അവരുടെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാനായിരുന്നു. അതിനാൽ പ്രവാചകൻ അദ്ദേഹത്തിന്റെ പിതാവിനൊപ്പം പോകാനുള്ള അവസരം നൽകി. എന്നാൽ അദ്ദേഹം പ്രവാചകനോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു. അവർ പ്രവാചകനോടൊപ്പം താമസിച്ചു. പ്രവാചകരിൽ വിശ്വസിച്ചു, മുസ്ലിമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സെയ്ദിനെ തൻ്റെ പിതൃ സഹോദരി സൈനബ് ബിൻത്ത് ജഹ്ഷുമായി വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അവൾ അവനെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചു. കാരണം അവർ ഒരു സുന്ദരിയായ ഖുറൈശി പെൺകുട്ടിയായിരുന്നു. സെയ്ദ് ഒരു അടിമയായിരുന്നു. തങ്ങളുടെ പെൺമക്കളെ അടിമകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത് അറബികൾ വെറുത്തു. അതിനാൽ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു ഒരു ആയത്ത് അവതരിപ്പിച്ചു. അങ്ങനെ ബീവി ആയത്തിലെ ആ നിർദ്ദേശം സ്വീകരിച്ചു. തുടർന്ന് പ്രവാചകൻ അവരെ സെയ്ദ് ബിൻ ഹാരിസയുമായി വിവാഹം കഴിപ്പിച്ചു. എന്നാൽ സൈനബ് റളിയല്ലാഹു അൻഹ സെയ്ദിനെ അനുസരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് അവരുടെ അഹങ്കാരം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാനായില്ല. അതിനാൽ അദ്ദേഹം ഇതേക്കുറിച്ച് പ്രവാചകനോട് പരാതിപ്പെട്ടു. അതിനാൽ അവളെ വിവാഹമോചനം ചെയ്യാൻ പ്രവാചകൻ ഉത്തരവിട്ടു. സെയ്ദിനെ വിവാഹമോചനം ചെയ്തതിനു ശേഷം സൈനബിനെ വിവാഹം കഴിക്കാൻ അല്ലാഹു തൻ്റെ പ്രവാചകനോട് കൽപ്പിച്ചു. പ്രവാചകൻ സൈനബിനോട് വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ അവർ ശുക്രിൻ്റെ ഒരു സുജൂദ് നടത്തുകയും അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് 2 മാസം നോമ്പെടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. അവർ കൈത്തൊഴിൽ ചെയ്ത പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണശേഷം മരണമടഞ്ഞ ആദ്യത്തെ സ്ത്രീയാണ് സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 8ാമത്തെ ഭാര്യയായിരുന്നു ഇവർ. ഖുസായി ഗോത്രത്തിൽ മുസ്ലിം വംശത്തിലും പെട്ട ആരിസിന്റെ മകളായിരുന്നു ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ. ഇസ്ലാമിന് മുമ്പ് അവർ മുസാഫ ബിൻ സഫ്വാന്റെ ഭാര്യയായിരുന്നു. മുസ്ലിം യുദ്ധത്തിൽ മുസാഫ കൊല്ലപ്പെട്ടു. ജുവൈരിയയെ സാബിത്ത് ബിൻ കൈസ് പിടികൂടി. 1800 ഗ്രാം നൽകണമെന്ന് ആവശ്യപ്പെട്ട സാബിത്ത് ബിൻ കൈസ് അവൾക്കായി ഒരു കരാർ എഴുതി. കരാർ നിറവേറ്റുന്നതിന് ജുവൈരിയ ബീവി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായം തേടി. പ്രവാചകൻ അവരെ വിവാഹം കഴിക്കാൻ കരാർ പൂർത്തിയാക്കാനും നിർദ്ദേശിച്ചു. അവൾ സമ്മതിച്ചു. ബനൽ മുസ്ലിങ്കിൽ നിന്ന് തടവുകാരെ മോചിപ്പിക്കാൻ പ്രവാചകൻ ജുവൈരിയയെ വിവാഹം കഴിച്ചു. അങ്ങനെ ആളുകൾ 100 കുടുംബങ്ങളെ മോചിപ്പിച്ചു. ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് ഹാരിസ് അവളോടൊപ്പം മടങ്ങാൻ പ്രവാചകന്റെ അടുത്തെത്തി. അതിനാൽ പ്രവാചകൻ തന്നോടൊപ്പം പോകാൻ ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ചെയ്തു. എന്നാൽ ജുവൈരിയ റളിയല്ലാഹു അൻഹ തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങുന്നതിനേക്കാൾ പ്രവാചകനോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു. ജുവൈരിയ റളിയല്ലാഹു അൻഹ 20 വയസ്സുള്ളപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിച്ചു. ഹിജ്റ 65-ാം വയസ്സിൽ ജുവൈരിയ റളിയല്ലാഹു വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9ാമത്തെ ഭാര്യയാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ.
ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട റംല ബിൻ അബി സുഫിയാൻ എന്നും അവൾ അറിയപ്പെടും. ഭർത്താവ് ഉബൈദുള്ള ബിൻ ജഹ്ഷിന്റെ ഒപ്പം അവർ അബീസിനിയയിലേക്ക് കുടിയേറി. അവർ ഹബീബ എന്ന പെൺകുട്ടിയെ പ്രസവിച്ചു. എന്നാൽ ഉബൈദുള്ള ക്രിസ്ത്യാനി മതം സ്വീകരിച്ചു കല്ലിനടിമയായി. നജാഷി രാജാവ് ഇസ്ലാം മതം സ്വീകരിച്ചു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ മദീനയിലേക്ക് അയക്കുകയും 400 ദിനാർ അവളെ ഏൽപ്പിക്കുകയും ചെയ്തു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ മദീനയിൽ മടങ്ങി അവർ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിച്ചു. ആ വാർത്ത ആ കാലത്ത് ബഹുദൈവരാധകരായ അബൂ സുഫിയാന്റെ അടുക്കൽ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ മനുഷ്യൻ യോഗ്യനും ഉദ്ധരനുമാണ്. സമാധാന ചർച്ചക്കായി അബൂ സുഫിയാൻ മദീന സന്ദർശിക്കാൻ ഉമ്മു ഹബീബ റളിയല്ലാഹുവിന്റെ വീട്ടിൽ പ്രവേശിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കട്ടിൽ ഇരിക്കാൻ ചെന്നപ്പോൾ അവൾ അത് മടക്കി വെച്ച് പറഞ്ഞു, ഇത് പ്രവാചകന്റെ കിടക്കയാണ്, നിങ്ങൾ അശുദ്ധനും ബഹുദൈവരാധകനുമാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു തന്റെ സഹോദരവും മുആവിയ ബിൻ അബി സുഫിയാന്റെ ഭരണകാലത്ത് മദീനയിൽ വെച്ച് വഫാത്തായി. അസ്സലാമു അലൈക്കും.